അപ്പോൾ രാവിലെ ഞങ്ങൾ പോയ ഇന്റർവ്യൂ ആ പരിപാടി നടന്നില്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വൈകുന്നേരം വരെ ഇരിക്കണമല്ലോ. അരി ഇറക്കി വെച്ച് കഴിഞ്ഞു. അതിനകത്ത് ഇയാൾക്ക് ഒരു പണിയില്ല. വെറുതെ വരിക, കുളിക്കുക, കിടന്നുറങ്ങുക. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ ഞങ്ങളൊരു ഇൻ്റർവ്യൂവിനാണ് പോകാൻ പോകുന്നത്. എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. എല്ലാം ഓക്കെ ആയതിനു ശേഷം പറയാം. ഒരു 10-20-25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് അവിടേക്ക്, ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക്. അവരുടെ മെയിൻ ബ്രാഞ്ചിലാണോ മെയിൻ ഹെഡ് ഓഫീസിൽ എവിടെയോ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഒരുപാട് സ്കൂൾസ് അവരുടെ അണ്ടറിലുണ്ട്. അതേപറ്റി ആര് പ്രിപ്പയർഡ്? എന്നാലും പ്രിപ്പയർ ചെയ്തില്ലേ, എന്നിട്ട് ചമ്മി പോയില്ലേ. അറിയില്ല, പോയി നോക്കിയാലും അറിയില്ല. കോൺഫറൻസ് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് സ്കൂളിൽ പോണം, പണിയുണ്ടല്ലോ. അവിടെ പോയാൽ നാളത്തെ എക്സാമിന് പിള്ളേർക്ക് എന്ത് ചെയ്യും? അവിടെ അവരിപ്പോ തന്നെ വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളിടത്ത് നിന്ന് കിട്ടാൻ ചാൻസ് കുറവല്ലേ? എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് കിട്ടൂലല്ലോ. അതെ, നല്ലത്. അതിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് പിന്നെയാണ്, അതാണ് നല്ല ഒരു ഇത്. എനിക്ക് ഇതില്ല, ഇത്ര പേരാ നോക്കും. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. ഇവിടെ എക്സാം കഴിയാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് എഗെയിൻ 1 മണിക്കൂർ മിനിമം എടുക്കും. കാരണം ഒക്കെ 1 മണിക്കൂറിലും തീരുണ്ടാവില്ല. ഒരു 10-60-70 പേരുണ്ട്. ഈവനിങ് ആവും പരിപാടി കഴിയാൻ. അമ്മൂന് ഇന്ന് അവിടെ സൺഡേ ക്ലാസ് വരെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പരിപാടി വർക്കാവില്ല. കാരണം മാത്രമല്ല CBSEയിൽ അമ്മൂന് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. വന്നവരൊക്കെ എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. മാത്രമല്ല അത്രയും ടൈറ്റ് കോമ്പറ്റീഷനകത്ത് നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറയണത് റിസ്ക് ആണ്. ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് പ്രതീക്ഷയില്ലാതെ. കാരണം ഇല്ലെങ്കിൽ അത് വൈകുന്നേരം ആവും. അവിടുത്തെ സ്കൂള് ക്ലാസ്സൊക്കെ എന്നുള്ളതാണ്, അതൊന്നും ഒഴിവാക്കാൻ പറ്റൂല. എക്സാം അവർക്ക് അടുത്തിരിക്കുകയാണല്ലോ. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ടീച്ചർ എന്ന നിലയ്ക്ക്. അപ്പോൾ ഞങ്ങളിന്ന് ഇൻ്റർവ്യൂവിന് പോയില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 10-60-70 പേരുണ്ടാവും. 60-70 പേരുണ്ടാവും. ടീച്ചർമാർ, ജോലിയിൽ കയറാൻ വേണ്ടി വന്നവർ, ഇൻ്റർവ്യൂവിന് വന്നവർ. അതിന് ഇൻ്റർവ്യൂ കഴിയണം. അത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം പരീക്ഷ ഉണ്ട്. ഈ പരീക്ഷ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളെടുക്കുള്ളൂ. അവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും പോയി ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും അമ്മൂന്. ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നഷ്ടബോധം എന്തായാലും ഉണ്ടാകേണ്ട കാര്യമില്ല. ആ ഒരു ഫീലിംഗ് മാറ്റാമെന്ന് കരുതിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചു. പെപ്പർ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാം വൈകുന്നേരം വരുമ്പോഴേക്ക്. ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ മൈൻഡ്. അമ്മൂന് ഇഷ്ടമുള്ളതാണ് പെപ്പർ ചിക്കൻ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പ് കൂടും അല്ലെങ്കിൽ എരിവ് കൂടും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട് ചിക്കൻ കറി? നന്നായിട്ടുണ്ടോ? ഉപ്പ് എരിവ് പുളിയൊക്കെ ചിക്കൻ കറി ഇഷ്ടമായോ? ആയോ? അതാണ് വെച്ചോണ്ടിരിക്കണേ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. വാവുകുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 3-4 കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇത്ര അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അവൾക്കാണ് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ട്. കുട്ടികളാകുമ്പോൾ ഉള്ളത് തുറന്നു പറയുമല്ലോ. 1:15 ലഞ്ച് കഴിക്കട്ടെ. ചോറ്, കായപ്പേരി, നമ്മുടെ പെപ്പർ ചിക്കൻ, ലൈറ്റായിട്ട് ഗ്രേവി ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടത്. ഇല്ലേ? ടേസ്റ്റ് ഇല്ലേ പെപ്പർ ചിക്കൻ? അന്നത്തെ അത്ര ഉപ്പില്ല. അന്നത്തെ അത്ര ഉപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? കുറച്ചും കൂടി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്. അന്ന് ഭയങ്കര അറിഞ്ഞിരുന്നു, ഇന്ന് നന്നായിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ. ദോശ കഴിഞ്ഞ രാത്രി എന്താ കൊടുക്കുക? രാത്രി ദോശ ആണെങ്കിൽ കൊടുക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 3 ദോശ. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 കഴിച്ചിട്ട് 1 എടുത്ത് വെച്ചോ. ശരി, അതെനിക്ക് നമ്മൾ പോകുമ്പോ തന്നെ 5-8 സ്ഥലം കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഉള്ള ട്യൂഷന്റെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്ന അറിയാം, നോട്ടീസ് അടിച്ചിട്ട് ഈ വാളിന്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. ചുമരിന്റെ മുകളിൽ, മതിലിന്റെ മുകളിൽ. ഇവിടെ ഒട്ടിച്ച കുറച്ച് ഡിസ്റ്റൻസ് ഇവിടെ, പിന്നെ ഇവിടെ
അങ്ങനെ 2-3 ഇതില് ഞാൻ കണ്ടു ഇന്ന് ഞാനേ സ്ഥലത്ത്. നമുക്ക് അതേമാതിരി ഒട്ടിക്കാം. ഇന്നലെ നൈറ്റിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടിരിക്കുന്ന തുണിയാണിത്. ഇനി ഇത് ഇപ്പോഴെങ്കിലും എടുക്കണം, ഇല്ലെങ്കിൽ കഴിയുമ്പോൾ മഞ്ഞ് കൊണ്ടൊരു വഴിയാവും, ഒരു നനഞ്ഞ ശീതം പിടിച്ച പോലെ ഉണ്ടാവും. ആ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് പോരും. ആ അങ്ങനെ തന്നെ, വെരി സിമ്പിൾ. ആ ഓടിച്ചാട്ടി ആന്ന് നീ വെളിയിലേ ഓടിച്ചോ, റൗണ്ട് അടിച്ചിട്ട് പോവാ. ഇതൊക്കെ ഇനി പെറുക്കിടണ്ടേ, അച്ഛന് ഈ തുണിയൊക്കെ എടുത്തിടണ്ടേ, ഇതൊക്കെ കൊട്ടയിലിട്ടിട്ട് പോണ്ടേ. മാവ് അതുവരെ ഓടിച്ചിട്ട് നടക്ക്, റൗണ്ട് അടിക്ക്. എവിടേക്കും പോണ്ട, റൗണ്ട് അടിക്ക്, റൗണ്ട് അടിക്ക്, റൗണ്ട് അടിക്ക്, റൗണ്ട് അടിക്ക്. അതെ അതെ, വാവക്കുട്ടിയുടെ പേടിയൊക്കെ പോയി. ഇപ്പം നല്ല ധൈര്യമാണ്, കാരണം 2 കുഞ്ഞു ചക്രം കൂടി സൈഡിലുണ്ടല്ലോ സപ്പോർട്ടിനായിട്ട്. അപ്പം പിന്നെ ധൈര്യമായിട്ട് ഓടിക്കാലോ, എവിടെയും പോയി ഇടിച്ച് വീഴൊന്നുമില്ലല്ലോ, മറിഞ്ഞ് വീഴുമില്ലല്ലോ. ഈ സാധനം മുകളിലേക്ക് ആക്കണം, അതിവിടെ സൈഡിൽ വെച്ചാൽ മതി. വാ പുറത്തു കൂടെ വന്നോ. സൈക്കിളിന് ഇങ്ങനെ ആക്ക്, എന്നാലല്ലേ അതിൻ്റെ കൈകൾ പോലുള്ള ഇടാ. ഈ കൈ അവിടെ ഇരിക്കില്ലേ, അത് നിങ്ങൾക്കല്ലേ. അതെയോ, കുറച്ചുകൂടി ആക്കിക്കോ, കുറച്ചുകൂടി ഇങ്ങനെ മുമ്പിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ആണ്ടാ ഇപ്പൊ കണ്ടോ, സൂപ്പറായിട്ട് നിന്നില്ലേ, വെയിലും മഴയൊന്നും കൊള്ളാണ്ട്. മഴ ഇല്ല, വെയിലും കൊള്ളില്ലല്ലോ അപ്പോ. ആണോ ആണോ, ഓഹോ എല്ലാം അറിയാലോ. ആര് പറഞ്ഞത് അതൊക്കെ? ആരാ പഠിപ്പിച്ചെന്ന മാമയ്ക്ക്? എവിടുന്ന്, ആരാ പറഞ്ഞത്? സ്കൂളിൽ പറഞ്ഞോ? ഓഹോ, നമുക്ക് വരുന്നിട്ട് മടക്കണ്ടേ അമ്മ വരുമ്പോഴേക്കും. അപ്പൊ അമ്മ വന്നാൽ ഭയങ്കര സന്തോഷമാവും. നമ്മൾ പണിയൊക്കെ കഴിച്ചു വെച്ചാൽ ഞങ്ങൾ അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യണ്ടേ വന്നിട്ട്. അപ്പോൾ പിന്നെ തുടങ്ങില്ലേ ഒച്ചട, അയ്യോ പണിയെടുത്ത് വയ്യണ്ടേ എന്ന് പറയില്ലേ. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാം. ആ സൂപ്പർ, അങ്ങനെ തന്നെ. നീ മടക്കി ഇങ്ങനെ വെച്ചാൽ ഓരോ സെറ്റ് ആയിട്ട്. അവിടെ ഉടുപ്പ്, അവിടെ യൂണിഫോമൊക്കെ ഒരു ഭാഗത്ത്, അവിടെ ജട്ടിയൊക്കെ വേറൊരു ഭാഗത്ത്. അങ്ങനെ മടക്കാനുള്ളതെല്ലാം വാവക്കുട്ടി അച്ഛനും കൂടി ചേർത്ത് മടക്കി ഫിനിഷ് ചെയ്തു അല്ലേ. ഞമ്മ വരുമ്പോൾ വാവനോട് താങ്ക് യു പറയോ? ദൈവത്തിനറിയാം, അതാ ചീത്തയാണോ പറയാനാവോ. എന്താണെങ്കിൽ അമ്മയുടെ കുട്ടിയല്ല, അമ്മയുടെ കുട്ടിയാണോ? അപ്പൊ അച്ഛന്റെ കുട്ടിയല്ലേ? അച്ഛന്റെ കുട്ടി, അച്ഛന് സങ്കടം. എല്ലാവരുടെയും കുട്ടിയാണ്. എല്ലാവരുടെ കുട്ടിയാവണ്ട, അമ്മയുടെ കുട്ടിയാണ് ഇത്ര. കുഞ്ഞാക്കും താങ്കിച്ചു അമ്മച്ചേ. അമ്മ എസ്ബിയിലെത്താ. ആ വാവക്കുട്ടി മടക്കി വെച്ച്, മൊത്തം മടക്കി വെച്ചു. താങ്കിച്ചു അമ്മച്ച കുഞ്ഞാവേ. അരി ഇറക്കി വെച്ച് കഴിഞ്ഞു. അതിനകത്ത് ഇയാൾക്ക് ഒരു പണിയില്ല, വെറുതെ വരിക, കുളിക്കുക, കിടന്നുറങ്ങുക. ഇയാളെ നാട്ടിക്കണമൊന്നുമില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ, കംപ്ലീറ്റ് ആയില്ലേ. ഇയാൾക്ക് ഒരു പരിപാടിയില്ല, ഈസി. രാവിലത്തെ നേരത്തെ എണീറ്റിട്ട് ആക്കിയതല്ല, സത്യമായിട്ടോ ഇയാൾക്ക് ഒരു പരിപാടി ഇല്ല. ബാക്കി ഒക്കെ തീർത്ത് ഞങ്ങള്. ആ എല്ലാം ചെയ്തു ഞങ്ങള്. ഇനി കുളിച്ചിട്ട് കിടന്നുറങ്ങിയാ മതി. എന്ത് പറ്റി? ഇവിടെ കോണീന്റെ മുകളിൽ നിന്നിട്ട് സർക്കസ് കാണിക്കണ്ട, വാവുകൂട്ടി തലയും കുത്തി വീഴും, ഇറങ്ങി പോകും. അപ്പോൾ രാവിലെ ഞങ്ങൾ പോയ ഇന്റർവ്യൂ, ആ പരിപാടി നടന്നില്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം വൈകുന്നേരം വരെ ഇരിക്കണമല്ലോ. സോ ആ ഒരു സാഡ് ന്യൂസോട് കൂടി ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.